ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെഫ് രഞ്ജിത്ത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഐറ്റം ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചതാണ്. നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഫേബറിൻ്റെ മാജിക് ലിഫ്റ്റ് ഹോബാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് 2 നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ ലൈറ്റായിട്ട് മസാല ഇടാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ചെറിയ ബോൾ എടുത്തു. ലൈറ്റായിട്ടാണ് മസാല ഇടുന്നുള്ളൂ. വളരെ കുറച്ച് ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, അല്പം കുരുമുളക് പൊടി. അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ടിട്ട് ലൈറ്റായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഓപ്ഷണലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അല്പം കറിവേപ്പില നമുക്ക് ചോപ്പ് ചെയ്തിടാം. ഇതൊരു ഭംഗിക്കാണ്. ലൈറ്റായിട്ട് കറിവേപ്പില കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ആ സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മസാല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മസാല റെഡിയായി കഴിഞ്ഞു. നമ്മൾ മസാല കുറേശ്ശെ എടുത്തിട്ട് ഫിഷിൻ്റെ മുകളിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. 2 സൈഡിലും നന്നായിട്ട് മസാല വരുന്ന രീതിയിൽ നമ്മളൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ലൈറ്റായിട്ടാണ് മസാല തേച്ച് കൊടുക്കുന്നുള്ളൂ. കാരണം 2 ഫില്ലിങ് വേറെ വരും. ഇതേപോലെ ഫിഷിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക, സൈഡ് കൂടി വരുന്ന രീതിയിൽ. ഇത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഓക്കെ, നമ്മുടെ ഫിഷ് റെഡിയായി കഴിഞ്ഞു. ഇതിൽ നമ്മൾ വളരെ കുറച്ച് ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ചൂടായി വന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു കറിപ്പത്ത വെച്ച് കൊടുക്കും. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫിഷ് വെച്ച് കൊടുക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നു. ഇനി നമ്മൾ ഓരോരോ പീസായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് തവയിലേക്ക്. ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല. ഫിഷ് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. നമ്മൾ വളരെ ലൈറ്റായിട്ടൊന്നും ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. കാരണം നമ്മുടെ മസാല കിടന്നും ഈ ഫിഷ് ഓൾറെഡി കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഈ ബർണർ ഓഫ് ചെയ്യാണ്, എന്നിട്ട് ജസ്റ്റ് ചേഞ്ച് ചെയ്യാണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് പോവാം. ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് ഐറ്റംസ് കട്ട് ചെയ്യേണ്ടതുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടാലും മതി. നമ്മൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട്. ഒരു ഗ്രീൻ ചില്ലി, ഒരു പീസ് ഗ്രീൻ ചില്ലി കൂടി എടുക്കുന്നുണ്ട്. ഒരു സവാള കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റുക. കട്ടിങ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു ചെറിയ പീസ് തക്കാളി കൂടി കട്ട് ചെയ്യാനുണ്ട്. നമ്മുടെ എല്ലാം അസംബ്ലി റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഈ ഒരു പാനിലാണ് പൊള്ളിച്ചതിൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്നത്. കുറച്ച് ആഴത്തിലുള്ള പാൻ ആകുമ്പോൾ നമുക്കതെല്ലാം മിക്സായി പോവാതെ തന്നെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ ഫുൾ മസാലയുടെ ടേസ്റ്റും ഫ്ലേവറും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഓയിൽ വേസ്റ്റ് ചെയ്യുന്നില്ല. ഓയിൽ ചൂടായി കഴിഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ വളരെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വന്നോട്ടെ. അതിനുശേഷം നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വന്നു. അതിലേക്ക് അല്പം കടുക്. ഈ സമയത്തിലേക്ക് ഒരു റെഡ് ചില്ലിയുടെ പീസ്, അല്പം കറിവേപ്പില, ആദ്യം തന്നെ ഇഞ്ചി ചോപ്പ് ചെയ്ത് വളരെ സ്ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. ഓക്കെ, അതിലേക്ക് അല്പം വെളുത്തുള്ളി ചോപ്പ് ചെയ്ത്, ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്ത്, ഇനി ഇതിലേക്ക് നമ്മുടെ ഒനിയൻ, നമ്മൾ ചെറുതായിട്ട് കട്ടി വെച്ചിട്ടുള്ള ഒനിയൻ കൂടി ഇട്ട് കൊടുത്തു. പെട്ടെന്ന് സോട്ടായി വരാനായിട്ട് ലൈറ്റായിട്ട് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഫിഷ് മസാല കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും മസാലയുടെ ആവശ്യമുള്ളൂ. വളരെ സ്ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ 2 സ്റ്റെപ്പായിട്ട് എടുക്കുന്നതിന് സെക്കൻഡ് പാൽ മാത്രം ആദ്യം ഒഴിച്ച് കൊടുക്കുക. ഫിഷിലേക്ക് കവറായി വരുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സെൻട്രൽ പോർഷൻ നമ്മൾ മസ്റ്റായിട്ട് എന്തായാലും ഇതാക്കി വാട്ടിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. നമ്മൾ ചേഞ്ച് ചെയ്യാണ്. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾ ജസ്റ്റ് നടുക്ക് വെച്ച് കൊടുത്തു. ഇത് നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട്. ടൈറ്റായിട്ട് കെട്ടുക. ഒന്നും കൂടി ചൂടാകുമ്പോൾ അല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നല്ല ആ ഒരു ആവി ഫുള്ളായിട്ട് ആ ഒരു പൊള്ളിച്ചിൻ്റെ ഉള്ളിലേക്ക് കയറും. ഒരു 5 മിനിറ്റ് ഈ ഒരു പ്രോസസ്സിങ് കഴിയുമ്പോഴേക്കും നമ്മുടെ പൊള്ളിച്ച് കറക്റ്റായിട്ട് റെഡിയായി കഴിയും. പാൻ ഒന്ന് ചൂടായി വന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ തന്നെ ഡ്രൈ ആയിക്കോളും. അത് ഗ്രേവിയിലേക്കൊന്നും എത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആവിയിൽ ശരിക്കും ആ ഒരു ഫിഷ് കുക്കായി വന്നു. ഇപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ആ ഫിഷിൻ്റെ മസാലയുടെ എല്ലാം. അപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം.
വാവ്, നമ്മുടെ പൊള്ളിച്ചത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. തിക്ക് ഗ്രേവിയാണ്. ആ ഫിഷിലേക്ക് ഫുള്ള് ടേസ്റ്റ് എത്തിയിട്ടുണ്ട്. മാജിക് ഈസ് ഇൻ ദ മേക്കിംഗ്.